ആത്മാരാമന്മാരായ നമ്മളെല്ലാവരും ഒരയനത്തിലാണല്ലോ, യാത്രയിലാണ്. നമ്മുടെ അയനം യാത്ര ഇന്ന് 6ാമത്തെ ദിവസത്തിലാണ് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കർമ്മവും കർമ്മഫലത്തെക്കുറിച്ചുമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് തുടരാം. കർമ്മം, കർമ്മഫലം. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി എന്താണ് കർമ്മം. ആത്മാവ് ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ആത്മാവിൻ്റെ 3 സൂക്ഷ്മേന്ദ്രിയങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും കർമ്മമെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ യൂണിവേഴ്സിൽ, ഈ ശരീരം എടുത്ത് ഈ യൂണിവേഴ്സിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ശരീരവും നമുക്ക് ഈ പ്രകൃതിയുടെ ദാനമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ച നിയമങ്ങൾ നമുക്ക് ബാധകമാണ്. അതിലേറ്റവും വലിയ കർമ്മ നിയമത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. എന്താ ഏറ്റവും വലിയ പ്രപഞ്ച നിയമം? എന്ത് വിതയ്ക്കുന്നോ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഓരോ വിതയും അതിൻ്റെ ഫലം തരാൻ അതിൻ്റേതായ സമയമെടുക്കും. ഓരോ ഡെപ്പോസിറ്റും മെച്യൂർഡ് ആകാൻ ഒരു ഡേറ്റ് ഉണ്ട്, ടൈമുണ്ട്. ആ ടൈമിൽ വിത്ത് ഇൻട്രസ്റ്റ് മെച്യൂരിറ്റിയോടുകൂടി നമുക്ക് റിട്ടേൺ കിട്ടും അല്ലേ? അത് പ്ലസ് ആയിട്ടുള്ള കർമ്മങ്ങളും റിട്ടേൺ തരും, മൈനസ് ആയിട്ടുള്ളതാണെങ്കിലും തരും. പിന്നെ അടുത്തത് നമ്മളെന്താ മനസ്സിലാക്കിയത്? ഓരോ കർമ്മവും ഓരോ വിത്തും ഒരു ഫലം മാത്രമല്ല തരണം, മൾട്ടിപ്പിളായിട്ട് നമുക്ക് അല്ല, കർമ്മങ്ങൾക്കനുസരിച്ച് ചിലത് 1 കിട്ടും, ചിലത് 10 കിട്ടും, ചിലത് നമുക്ക് 100 ഫലം തരുന്നതുണ്ട് അല്ലേ? ചിലത് കാലാകാലങ്ങളായി, ഒരു തെങ്ങൊക്കെ വെച്ച് അല്ലേ കാലാകാലം കിട്ടും. അതേപോലെയാണ് ചില കർമ്മങ്ങൾ, കാലാകാലങ്ങൾ ചില ഫലങ്ങൾ നമ്മുടെ പിന്നാലെ കൊണ്ടുവരും. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും. അടുത്തത് നമ്മൾ ഇന്നലെ എന്താ മനസ്സിലാക്കിയത്? കർമ്മഫലം അല്ല, എന്ത് നമ്മളിൽ നിന്ന് പോയോ അത് എൻഡാകണമെങ്കിൽ ആ എനർജി തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ. ബൂമറാങ് എറിഞ്ഞ് കുട്ടികളെ കളിക്കണ കണ്ടിട്ടില്ലേ? എറിഞ്ഞ സാധനം ഓട്ടോമാറ്റിക്കലി എവിടെ തന്നെ വന്നേ നിൽക്കുള്ളൂ, അത് എറിഞ്ഞ ആളുടെ കയ്യിലേ വന്ന് നിൽക്കുള്ളൂ. അതുപോലെയാണ് എനർജിയുടെ ട്രാൻസ്ഫർ. നമ്മളിൽ നിന്ന് പോയത് നമ്മുടെ അടുത്ത് വരാം. അടുത്ത പോയിൻ്റ് ഇന്നലെ നമ്മളെന്താ മനസ്സിലാക്കിയത് അല്ലേ? ഈ കർമ്മം ഒരു കണ്ണിയാണ്, ചങ്ങലയാണ്. കർമ്മക്കണ്ണികളിൽ ചങ്ങലയുടെ കർമ്മം കൊണ്ട് നമ്മൾ കണ്ണികളുണ്ടാക്കിയിരിക്കുകയാണ്. ആ ചങ്ങലയിൽ നമ്മൾ ബന്ധിതരാണ്. ആ കണ്ണി എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല നമ്മുടെ ഒരു അമ്മയുടെ കഥ പറഞ്ഞില്ലേ, ആ അമ്മ ബ്രേക്ക് ചെയ്തു കണ്ണി. അതേപോലെ ഈ സത്സംഗം, മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത് ഇപ്രകാരം വികർമ്മങ്ങളുടെ കണ്ണി എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പക്കൽ എന്ത് വേണം? നമുക്കൊരു സ്റ്റെബിലൈസറാകാൻ ശക്തി വേണം. അതിനാണ് സത്സംഗം, ധ്യാനത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ഇന്ന് നമുക്കിനി ലാസ്റ്റ് നമ്മൾ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നലെ 2 കർമ്മങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഒന്ന് സത്കർമ്മം, മറ്റൊന്ന് വികർമ്മം. സത്കർമ്മം എന്താണ് ഓർമ്മയുണ്ടോ അല്ലെ? സദോഗുണി, ആത്മാവിൻ്റെ തനതായ നിജഗുണം, നാച്ചുറൽ നേച്ചർ, ആത്മാവിൻ്റെ 7 ഗുണങ്ങളാണ്. ആ 7 ഗുണങ്ങൾക്ക് പ്രേരിതമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സദോഗുണി കർമ്മങ്ങളാവും, ശ്രേഷ്ഠ കർമ്മങ്ങളാണ്. പിന്നെ അല്ലേ വികർമ്മം നമ്മൾ മനസ്സിലാക്കി, വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം വികർമ്മമായിട്ട് മാറും, വികർമ്മമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു അമ്മ ഒരു കുട്ടിയെ തല്ലുന്നത് മുതൽ ഒരു പട്ടാളക്കാരൻ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ തോക്കെടുക്കേണ്ടി വരുന്ന കർമ്മങ്ങൾ വരെയുണ്ട്. പക്ഷേ ഇതേത് സത്കർമാകും അല്ലെങ്കിൽ വികർമാകും അല്ലെങ്കിൽ അകർമ്മ എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാർ പലരും കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരു പോലീസുകാരന് ഒരു കള്ളനെ തല്ലേണ്ടി വരും സത്യം പറയിപ്പിക്കാൻ.
അതൊരു വികർമ്മമാവില്ല. എങ്ങനെയാണെങ്കിൽ തൻ്റെ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ടല്ല ചെയ്യണം, പിന്നെയോ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ കള്ളനെ അല്ലേ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ ഡ്യൂട്ടി എങ്ങനെ നിർവഹിക്കണം? തൻ്റേതായ സ്വാർത്ഥമായ അല്ലെങ്കിൽ വികാര വിക്ഷോഭത്തിന് അടിമപ്പെടാതെ ആ കാര്യനിർവഹണം നമുക്ക് ചെയ്യാൻ പറ്റുക. അതിർത്തിയിൽ നിന്ന് തോക്കെടുക്കുന്ന ഒരാൾ ശത്രുവിനോട് തീവ്രവാദിയായതുകൂടെ രാജ്യദ്രോഹം ചെയ്യുന്ന തീവ്രവാദിക്ക് നേരെയാണ് വെടിവെക്കേണ്ടി വരുന്നത്. അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണ്. അല്ലെങ്കിൽ ആ തീവ്രവാദി രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കല്ല. ആ വ്യക്തിയോട് അദ്ദേഹത്തിന് ദേഷ്യമില്ല, പട്ടാളക്കാരന് വ്യക്തിപരമായ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇവിടെ തോക്കെടുക്കുകയല്ല അല്ലേ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു അമ്മ തൻ്റെ മകനെ കറക്റ്റ് ചെയ്യുമ്പോൾ വികാരവിക്ഷോഭം അല്ലാതെ ഒരു അച്ഛനോ അമ്മയോ തെറ്റിതിരുത്തുകയോ ഒരു വഴക്കോ പറയുകയോ ചെയ്യുന്നതിനെ നമുക്കൊരിക്കലും ഒരു വികർമ്മം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു സത്കർമ്മമായി പരിണമിക്കും. എന്തുകൊണ്ട്? ആ കുഞ്ഞിനെ ഒരു നല്ല പൗരനായി വളർത്താനാണ്. അപ്പം അകർമ്മം എന്ന് പറഞ്ഞാൽ ജീവസന്ധാരണം. നമുക്ക് നിത്യേന നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഡെയിലി റുട്ടീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് നിത്യേന ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് പ്രത്യേകിച്ച് പാപവും പുണ്യ ഫലങ്ങളൊന്നുമില്ലാതെ വേണമെങ്കിൽ പറയാം, ന്യൂട്രൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളൊരു കടയിൽ പോകണു, പൈസ കൊടുക്കണു, സാധനം വാങ്ങുന്നു. അവിടെ പാപപുണ്യ കണക്കൊന്നുമില്ല. പക്ഷേ നിത്യജീവിതത്തിലെ ജീവസന്ധാരണ കർമ്മങ്ങളും ചിലപ്പോൾ വികർമ്മമായിട്ട് മാറും. എങ്ങനെ? നമ്മൾ പൈസ കൊടുത്തു, അയാൾ സാധനം തന്നു, പക്ഷേ സാധനം തരുന്ന സമയത്ത് അയാൾ മനഃപൂർവ്വം ചീഞ്ഞ സാധനം നമുക്ക് തന്നുവെങ്കിൽ അതൊരു കണക്ക് അവർക്കുണ്ടാക്കും. കാരണം നമ്മളെ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. അയാൾ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ, അയാൾ അറിയാതെ തൂക്കിയ സമയത്ത് സാധനം തൂക്കിയപ്പോൾ തന്നു, അത് വേറെ വിഷയം. പക്ഷേ മനഃപൂർവ്വം ചെയ്തുവെങ്കിൽ എന്തായി അല്ലേ, അതിനെ ഒരു വികർമ്മത്തിൻ്റെ കണക്കിലേക്കും മാറുകയും ചെയ്യും. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ സത്കർമ്മത്തിൻ്റെ ആവശ്യം എവിടെയാണ് ഉണ്ടാവുക? സത്കർമ്മം സ്വീകരിക്കാൻ ആരെങ്കിലും വേണം, നല്ലത് കൊടുക്കാനും വാങ്ങാനും ആൾ വേണമല്ലോ. അപ്പം ശ്രേഷ്ഠ കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ ഇന്നലെ ആരോ ചോദിച്ചില്ലേ, വികർമ്മങ്ങളുടെ കുറേ കണക്കുണ്ട്, അത് തീരണം അല്ലേ. സത്കർമ്മ ദാനം നിറയെ ആർക്കാ വേണ്ടി വരിക? കഷ്ടപ്പാടുള്ളവരുള്ള ഒരു സ്ഥലത്താണ് ദാനത്തിന് മഹത്വം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ചില സത്കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നുണ്ട്, ചില വികർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൂടിക്കുഴഞ്ഞു കിടക്കുക. പക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നു അകർമ്മങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂട്രൽ ആക്ഷൻ. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഈ ഭൂമുഖത്ത് അങ്ങനെയായിരുന്നു. പാപപുണ്യ ശേഖരണമില്ലാത്തൊരു ജീവിതം നമ്മളിവിടെ ജീവിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഈ യാത്ര മുന്നോട്ട് നീങ്ങവേ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, സത്കർമ്മത്തിൻ്റെ ഗ്രാഫ് നമ്മളെ മുകളിലേക്ക് ഉയർത്തും. വികർമ്മങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, നിലവാരം നമ്മൾ നോക്കിയാൽ മതി. താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വികർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അകർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, മേലേക്കുമില്ല താഴേക്കും പോണില്ല അല്ലേ, ന്യൂട്രൽ സ്ഥിതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് അതുകൊണ്ട് ഈ 3 തരം കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ കർമ്മങ്ങളുടെ എല്ലാം പതിപ്പ് എവിടെയുണ്ടാവും? ആത്മാവിലുണ്ടാവും. അത് സത്കർമ്മാണെങ്കിലും വികർമ്മാണെങ്കിലും ഇവിടെ ഒരു ഇംപ്രിൻ്റ് ഇല്ലാതെ ഒന്നും കടന്നു പോകില്ല. കാരണം തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ പതിയും. നമ്മൾ മനസ്സിലാക്കിയല്ലോ 2 കാര്യങ്ങളാണ്. ഒന്ന്, കർമ്മം ചെയ്യുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന ഇംപ്രിൻ്റ് ഒരു സംസ്കാരം ഉണ്ടാക്കും. രണ്ടാമത്തത്, ആത്മാവിലൊരു കർമ്മഫലത്തിൻ്റെ ഡെപ്പോസിറ്റ് ഈ സഞ്ചിയിലെല്ലാം നിറയും. ഇതാണ് സഞ്ചി നിറയും. എന്നാലും നമ്മൾ ഇരുമുടിക്കെട്ട് കണ്ടില്ലേ, ഈ സഞ്ചിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ, കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ സ്മൃതികളായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ റുട്ടീൻ, കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത കാര്യം വീണ്ടും ചെയ്യാൻ തോന്നണേ. ഒരു മദ്യപാനിക്ക് വീണ്ടും വീണ്ടും കള്ളു കുടിക്കാൻ എന്തുകൊണ്ടാണ് തോന്നണേ? എന്താ കാരണം? സ്മൃതികൾ. തുടർച്ചയായി ചെയ്ത കാര്യങ്ങൾ ആദ്യം നമ്മുടെ സ്മൃതികളിൽ ഉണ്ടാവും. ആ സ്മൃതി നമുക്ക് പ്രേരണ തന്നുകൊണ്ടിരിക്കും, വീണ്ടും തോന്നൽ തരും അല്ലേ. പക്ഷേ കുറച്ച് നാൾ ഈ സ്മൃതികൾ
കുറച്ച് കഴിയുമ്പോൾ എന്താവും, നമ്മൾ പ്രായമാകും തോറും പതുക്കെ പതുക്കെ ഈ സ്മൃതികൾ കുറച്ച് വൃദ്ധാവസ്ഥയിലെത്തി, നമ്മൾ കിടപ്പിലായി, അങ്ങനെ അസുഖം ബാധിച്ച് കിടപ്പിലൊക്കെ ആയി, കുറച്ച് പ്രായം നല്ലതുപോലെ ആയി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ സ്മൃതികൾ എന്തായിട്ട് മാറും, നമ്മുടെ ഉള്ളിൽ വാസനകളായിട്ട് മാറും. പിന്നെ കുറേ പ്രായമായി കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, അത്ര വേഗം സ്മൃതികൾക്ക് വശപ്പെട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. പതുക്കെ പതുക്കെ അത് വാസനയായിട്ട് മാറും. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ആത്മാവീ ശരീരത്തുനിന്ന്, അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന, കിടപ്പിലായി മരണത്തോടടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്രതീക്ഷിത മരണം വേറെ, പെട്ടെന്ന് ആക്സിഡൻറ്റിലൊക്കെ മരിക്കുക, ചെറുപ്പക്കാരായിട്ട് മരിക്കുമ്പോൾ വേറെ വിഷയമാണ്. പക്ഷേ കുറച്ച് പ്രായമായിട്ട് നമ്മൾ പ്രായപൂർത്തിയായിട്ട് ശരീരം വിടുമ്പോഴേക്കും ഇത് വാസനകളുടെ രൂപം പതുക്കെ കൊള്ളും. എന്നിട്ടെന്താകും, ഈ വാസനകൾ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആകും. ഏതിൽ? ആത്മാവിൽ. ഈ വാസനകളും കൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ വെറും കൈയോടെയല്ല നമ്മൾ വരണേ. പണ്ട് നമ്മളോട് പറയില്ലേ, വെറും കൈയോടെ വന്നു വെറും കൈയോടെ പോകണം. ഈ കൈകളിലൊന്നും നമ്മൾ കൊണ്ടുപോകില്ല, പക്ഷേ ഈ കൈ നിറയും. ഏത് കൈ? ആത്മാവിൻ്റെ കൈകളിൽ. ആത്മാവിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, സംസ്കാരമുണ്ട്, അല്ലേ, വാസനകളുണ്ട്, കർമ്മഫലങ്ങളുണ്ട്. ആ സഞ്ചി നിറഞ്ഞ് ഇത്രയും സാധനങ്ങൾ അവശ്യം കൊണ്ടാണ് നമ്മൾ പോണേ. ഇനി എവിടേക്കാണ് പോണേ? എവിടേക്കാണ് പോണേ? ഒരു ശരീരം വിട്ടാൽ നമ്മൾ എവിടേക്കാണ് പോണേ? അല്ലേ, അടുത്ത ശരീരം എടുക്കുക. ഒരിടത്ത് മരണം, ഒരിടത്ത് ജനനം എന്നല്ലേ പറയണേ. അപ്പോൾ ഇവിടെ മരിച്ചു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് നമ്മൾ പോയി ജനിക്കുകയാണ്. കൊച്ചുകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലേ, കിടത്തിക്കഴിഞ്ഞാൽ കുറച്ച് കരയും, ചില സമയത്ത് നോക്കിയാൽ കിടന്ന് ചിരിക്കുന്നത് കാണാം. എന്താ കാര്യം? അല്ലേ, പഴയ ആ സ്മൃതികൾ ഇവിടെ പതിഞ്ഞതിടയ്ക്ക്. ശരീരം ചെറുതാണല്ലോ, അല്ലേ, അവയവങ്ങളെല്ലാം വളരെ ചെറുതാണ്. അപ്പം നമുക്ക് പഴയ സ്മൃതികൾ ഉണരുകയാണ്. ഏത് സ്മൃതികൾ? നമ്മുടെ പൂർവ്വജന്മ യാത്രയിലെ സ്മൃതികൾ. അവിടെ നിന്നല്ലേ ഇവിടേക്ക് വന്നിരിക്കണം. ഒരു ശരീരം വിട്ട് നമ്മൾ അടുത്ത ശരീരം എടുക്കുക. അമ്മയുടെ ഗർഭത്തിൽ നമുക്കുള്ള ഉടുപ്പ് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് പോയി പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണേ, ഒരിടത്ത് മരണം, ഒരിടത്ത് ജനനം. എപ്പോഴാണ് നമ്മൾ മരിക്കുക? എപ്പോഴാണ് മരിക്കുക? ഈ ശരീരത്തിന് 50 വയസ്സിൽ മരിക്കുകയാണെങ്കിലും 25 വയസ്സിൽ മരിക്കുകയാണെങ്കിലും 100 വയസ്സിൽ മരിക്കുകയാണെങ്കിലും എപ്പോഴാണ് ഈ ഉടുപ്പ് നമ്മൾ അഴിക്കുക? എപ്പോഴാണ് പോകണം ഇതിൽ നിന്ന്? ഈ ശരീരമാകുന്ന വസ്ത്രം മാറി നമ്മൾ അടുത്ത ഉടുപ്പിടാൻ പോകുന്നു. അർത്ഥം ഈ ഉടുപ്പ് നമ്മുടെ, അല്ലേ, ഒന്ന് ഈ ഉടുപ്പ് മുഷിഞ്ഞു, അല്ലെ ഇത് കേടുവന്നു, ഇത് മാറ്റാൻ സമയമായി. നമുക്കുള്ള അടുത്ത ഉടുപ്പ്, പുതിയ ഉടുപ്പ് വാങ്ങുമ്പോഴല്ലേ പഴയ ഉടുപ്പ് നമ്മൾ മാറ്റരുത്. പുതിയ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുതിയൊരു ഡ്രസ്സ് എടുത്ത് വെച്ചാൽ നമ്മൾ, അല്ലേ, കുറച്ച് ദിവസം, അല്ലേ, അതിനോടുള്ള താല്പര്യം കൊണ്ട് പഴയ ഡ്രസ്സ് മാറ്റും. ഇനി പുതിയൊരു ഡ്രസ്സ് വാങ്ങുന്നത് തന്നെ നമ്മളെപ്പോഴാണ്? പഴയതൊന്ന് കീറുമ്പോൾ. ഇപ്പോഴങ്ങനെയല്ല, പണ്ടൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ ശരീരത്തിന് എങ്ങനെയാണോ ഡ്രസ്സ് മാറണേ, മുഷിഞ്ഞ വസ്ത്രം മാറണോ, അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പുതിയ വസ്ത്രം ഇടുമ്പോൾ നമുക്കറിയാം, ആൾക്കാർ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പുതിയ വസ്ത്രം തന്നെ വാങ്ങേണ്ടി വരുന്നത്? കാരണം നമുക്ക് ശരീരത്തിന് 50 വയസ്സോ 60 വയസ്സോ ഉണ്ടാവും. പക്ഷെ അത്രയും സമയം നമുക്കുള്ള ഡ്രസ്സിന് ആയുസില്ലല്ലോ. അത്ര കാലം ഒരു ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതേപോലെ ജീവിതയാത്രയിൽ നോക്കൂ, ശരീരമാകുന്ന വസ്ത്രം നമുക്ക് വിട്ട് അടുത്ത വസ്ത്രത്തിലേക്ക് നമുക്ക് പോകണം. അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് നമ്മൾ പോകും. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ എനിക്ക് മരണമില്ല, എനിക്ക് നാശമില്ല. ആരാ ഞാൻ? ആത്മാവ്. എനിക്ക് പ്രായവുമാകില്ല, ഞാൻ കേടുവരികയില്ല. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല, അനശ്വരമാണ് ആത്മാവ്. വാളുകൊണ്ട് വെട്ടിമുറിക്കാൻ ശരീരത്തെ പറ്റും, പക്ഷെ ആത്മാവിനെ പറ്റില്ല. ശരീരം എന്ത് ചെയ്യും? നമുക്ക് കത്തിച്ച് കളയും, ആത്മാവ് ഇതിൽ നിന്നിറങ്ങിയ. പക്ഷെ ആത്മാവിനെ കത്തിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ബോംബ് വീണു, 1000 പേര് മരിച്ചു പറഞ്ഞാൽ എന്തർത്ഥം? 1000 പേരുടെ ശരീരം കേടുവന്നു. അപ്പോൾ ആ ശരീരങ്ങളിൽ നിന്ന് ആത്മാവ് ഇറങ്ങുകയാണ്. 1000 ആത്മാവ് ഇറങ്ങുകയാണ് അതിന്ന്. പക്ഷെ ഇറങ്ങുന്ന ആത്മാവ് എവിടേക്ക് പോകും? അല്ലേ, 1000 ഗർഭങ്ങളിലേക്കാണ് പോണേ. പിന്നെ കാറ്റിനുണക്കാനും പറ്റില്ല ആത്മാവിന്.
അല്ലേ? വെള്ളത്തിന് മുക്കിക്കളയാനും പറ്റില്ല, നനയ്ക്കാനും പറ്റില്ല. ഞാൻ അനശ്വര അവിനാശിയായ ചേതനയാണ്. അപ്പോൾ എനിക്കൊരു വസ്ത്രം കേടുവരാൻ പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ പ്രായമായിട്ട് അല്ലേ ശരീരം കേടുവന്നിട്ട് ഇറങ്ങാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വണ്ടി കേടുവന്നു, അതിന്ന് അല്ലേ ചില ആക്സിഡൻറ്റിൽ കണ്ടിട്ടില്ലേ, കാറൊക്കെ അങ്ങനെ നാമാവിശേഷമാവും. പുതിയ കാറാണെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, ആക്രിക്ക് കൊടുക്കാൻ മാത്രമേ പറ്റൂ. അതേപോലെ ആക്സിഡൻറ്റിൽ നമ്മുടെ ശരീരം പോയാൽ അപ്പോഴും ഡ്രൈവർക്ക് ഇറങ്ങേണ്ടി വരും അല്ലേ? ചിലത് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പം തന്നെ നോക്കൂ, കൊറോണ വന്നിട്ട് എത്ര പേരാണ് പെട്ടെന്ന് ശരീരം വിടുന്നത്. ചെറിയ കുട്ടികളും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും അല്ലേ? അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ എവിടേക്ക് പോകും? ഞാൻ അനശ്വരനല്ലേ? കയ്യിലെന്തുണ്ട്? സഞ്ചിയുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോവുക? ഈ സഞ്ചിക്ക് യോജിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മരണസമയത്ത് ശരീരത്തിൽ നിന്നിറങ്ങുന്ന ആത്മാവ് പോകുന്നത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ്. കാരണം നമ്മുടെ വാസനകൾക്കനുസരിച്ച്, ഈ സഞ്ചിയിലുള്ള സംസ്കാരവും വാസനകൾക്കും അനുസരിച്ച് കർമ്മഫലങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ സഞ്ചിയിൽ. ഈ സഞ്ചിക്ക് യോഗ്യമായൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പുള്ളിങ് ഉണ്ടാക്കുക. അവിടെ നമുക്കുള്ള വസ്ത്രം റെഡി ആയിട്ടുണ്ടാവും. ആദ്യം അമ്മയുടെ ഗർഭത്തിൽ ഒരു 3 മാസം നമുക്ക് ആത്മാവിന് പ്രവേശിക്കാൻ അവ്യക്ത രൂപം നമ്മുടെ ശരീരത്തിൻ്റെ ഈ തലയുടെ ഭാഗമൊക്കെ പൂർണ്ണ വളർച്ചയല്ല, അവ്യക്തമായൊരു ഭാഗമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുടുംബത്തിലുള്ളവർക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഗർഭിണിയായി കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്താ ചോദിക്കുക? വയറ്റിൽ അനക്കമുണ്ടോ? അർത്ഥം എന്താ? ആത്മാവ് പ്രവേശിച്ചു. അനക്കമില്ല അർത്ഥം അതുവരെ അല്ലേ ഉടുപ്പ് റെഡിയാവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു 3 മാസം മുമ്പെങ്കിലും നമ്മുടെ ഉടുപ്പ് തുന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛനമ്മ ഒരു വിത്തിട്ട ഉടുപ്പ് വലുതാകുകയാണ് അമ്മയുടെ ഗർഭത്തിൽ, ഭ്രൂണത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ. അപ്പോൾ ആ ഉടുപ്പ് റെഡിയായിട്ടാണ് നമ്മൾ ഡ്രൈവർ ഇവിടുന്ന് പോണേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും, പലരും മരിക്കുന്നതിന് മുമ്പ് 1 മാസം 2 മാസം 3 മാസം മുമ്പ് തന്നെ അവരറിയാതെ തന്നെ അവരുടെ വായിൽ നിന്ന് അവരുടെ മടക്കയാത്ര അവർ പോവുകയാണെന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ വീട്ടിലുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങളും അവരുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ വീണിട്ടുണ്ടാവും. പക്ഷെ അവർ പോലും ചിലപ്പോൾ കോൺഷ്യസ്ലി ആയിരിക്കില്ല പറഞ്ഞത്. അവരുടെ മരണത്തിന് ശേഷം പിന്നെ നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ, ഓ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവല്ലോ. നിങ്ങൾക്കിപ്പോൾ പലർക്കും ഓർമ്മ വരുന്നുണ്ടാവും. കാരണം എന്താ? കാരണം മിനിമം 3 മാസം മുമ്പ് നമ്മുടെ ഉടുപ്പ് അവിടെ തുന്നാൻ തുടങ്ങല്ലേ. അപ്പം നമ്മൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നമ്മളറിയാതെ അന്തരാത്മാവിൽ, ഇപ്പം നമ്മൾ ഈ ശരീരബോധത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം വിടുന്നതിൻ്റെ കോൺഷ്യസ്നെസ് ഇല്ലാത്തത്. പക്ഷെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങണത് അറിഞ്ഞുകൊണ്ടാണ്, സന്തോഷത്തോടെയാണ്. അറിയുകയും ചെയ്യുക എപ്പോഴാണ് പോകണമെന്ന്, സന്തോഷത്തോടെ പോയിരുന്നത്. അത് നമുക്ക് പിന്നീട് അടുത്ത ഭാഗങ്ങളിൽ വരും, അപ്പം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പം നമ്മൾ പൂർണ്ണമായും ശരീരമാണെന്ന ബോധത്തിലങ്ങ് മുഴുകിയത് കാരണം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റണില്ല. ചില മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അവർ ഇന്ന ദിവസം ശരീരം വിടും, ഞാൻ ഇന്ന സമയത്ത് പോകും, എൻ്റെ ബോഡി ഇന്ന സ്ഥലത്താണ് അടക്കേണ്ടതെന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാരായിരിക്കും? ആരാണോ ആത്മബോധത്തിൽ ജീവിച്ചത്. അവരത്രയധികം ശരീരം ഉപയോഗിച്ചു. വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ധാരാളം മഹാത്മാക്കളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയവർ. എന്തുകൊണ്ടെന്നാൽ അവർ ശരീരബോധത്തിൽ കെട്ടപ്പെട്ടിരുന്നില്ല, ആത്മബോധത്തിൽ ജീവിച്ചതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പോണ സമയം അറിയാമായിരുന്നു. ഇപ്പം നമുക്കറിയുന്നില്ല. എന്താ കാര്യം? അറിയുന്നില്ല എന്ന് മാത്രമല്ല, പോണതും വിഷമിച്ച്, നമ്മൾ പോയതിന് ശേഷം ഇരിക്കുന്നവർക്കും വിഷമം. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു അനശ്വര ആത്മാവാണെന്ന ബോധം ഇപ്പം നമുക്കാർക്കും തന്നെ ഇല്ല. അമ്മയുടെ ഗർഭത്തിൽ പോയതിന് ശേഷം എന്താ സംഭവിക്കുക? ഗർഭം തന്നെ എനിക്ക് ഏത് നാട്ടിൽ, ഞാൻ ഇന്ത്യയിൽ ജനിക്കണോ, അമേരിക്കയിൽ ജനിക്കണോ, കേരളത്തിൽ ജനിക്കണോ, തമിഴ്നാട്ടിൽ ജനിക്കണോ, ആൺകുട്ടിയാകണോ പെൺകുട്ടിയാകണോ, എൻ്റെ അല്ലേ സ്കിൻ എങ്ങനെ ഉണ്ടാകണം, തലച്ചോറ് എങ്ങനെ ഉണ്ടാവണം, നമ്മുടെ ഫുൾ ശരീരത്തിൻ്റെ ഘടന, രൂപം, നിറം അല്ല, ഓരോ അംഗങ്ങൾ എങ്ങനെയായിരിക്കണം, അംഗവൈകല്യത്തോടെ ജനിക്കണോ, മന്ദബുദ്ധിയായിട്ട് ജനിക്കുമോ, എന്തെല്ലാമാണോ സംഭവിക്കുക ബോഡിയുടെ
ഈ ശരീരത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പോലും നമ്മൾ ഈ സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന വാസനകൾക്കും സംസ്കാരത്തിനും കർമ്മഫലങ്ങൾക്കും വളരെയധികം സ്വാധീനമുണ്ട്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ പൂർണ്ണ കൺസ്ട്രക്ഷൻ. ബാക്കി 9 മാസത്തിൽ ബാക്കി മാസം 5-6 മാസം ഇവിടെ നടക്കണം, ഫാക്ടറിയിൽ കൺസ്ട്രക്ഷൻ നടക്കണം. അതുകൊണ്ടാണ് പറയാറില്ലേ, ഗർഭ ജയിലെന്ന് പറയും. ഗർഭത്തിൽ തന്നെ പല ശിക്ഷകളും നമ്മുടെ പൂർത്തിയാക്കും. അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ അവിടെ നടക്കും ബോഡിയുടെ, അല്ലേ. പിന്നെ പതുക്കെ നമ്മൾ പുറത്ത് വന്ന് എന്ത് ചെയ്യും, വളരാൻ തുടങ്ങും, വളർന്ന് വലുതാകും, വീണ്ടും അല്ലേ ശരീരം വിടും, ശരീരം എടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സഞ്ചിയിലാക്കി എന്ത് കൊണ്ടുപോകുന്നു, പ്ലസ് കൊണ്ടുപോയാൽ അത്, മൈനസ് കൊണ്ടുപോവുകയാണെങ്കിൽ അത്. അപ്പോൾ ഈ പ്ലസ്സും മൈനസും അനുഭവിക്കണമല്ലോ നമുക്ക്. ആ അനുഭവം തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ കർമ്മമാണ് നമുക്കൊരു പുനർജന്മം തരാം. ചിലർ ചോദിക്കില്ലേ, എന്തിനാ ഞാനിവിടെ ജനിച്ചേ, എന്തിനാ ദൈവം എനിക്കിവിടെ ഒരു ജന്മം തന്നേ? ദൈവം തരണയല്ല, ആര് തരുന്നതാ, അല്ലേ. അച്ഛനും അമ്മമാർ നോക്കി, നിങ്ങളെന്തിനാ എന്നെ ജനിപ്പിച്ചേ? അച്ഛനും അമ്മയെല്ലാം ജനിപ്പിച്ച്, അവർ നമ്മുടെ ഉടുപ്പ് മാത്രമേ തുന്നിയുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഉടുപ്പിൽ തന്നെ വന്ന് കയറാൻ എന്താ കാരണം? നമ്മുടെ സഞ്ചിയാണ്, ഞാൻ തന്നെയാണ് കാരണം. എൻ്റെ കർമ്മം, എൻ്റെ കർമ്മഫലങ്ങളുടെ സഞ്ചി എനിക്കതിനനുസരിച്ചുള്ള കർമ്മഫലം അനുഭവിക്കാൻ ഒരു പുനർജന്മം തരിക. അതിൻ്റെ വിധിയാണ് നമ്മളീ കാണണം. ചിത്രത്തിൽ നോക്കൂ, ഒരു സാധാരണക്കാരൻ സാധാരണ രീതിയിലൊരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ, അല്ലേ, പോലീസ് പിടിക്കും, അല്ലേ. അതിനുശേഷം കോടതിയിൽ വിസ്താരം ഉണ്ടാവും. എങ്ങനെ നടക്കുക? ആദ്യം വിസ്തരിക്കും. ആ വിസ്താരം നടക്കുക, ആ കേസ് തന്നെ ഉണ്ടാകാൻ എന്താ കാരണം? ആദ്യം ഒരു നിയമലംഘനം, ഒരു മോഷ്ടാവ് മോഷ്ടിച്ചു, മോഷണം നടത്തി, നിയമത്തിൻ്റെ ലംഘനമാണ് സമൂഹത്തിൽ, അല്ലേ, രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ. ആ ഉണ്ടാക്കപ്പെട്ട നിയമം ലംഘിച്ചു. നിയമം ലംഘിക്കുമ്പോൾ എന്താവും, അല്ലേ, അയാളുടെ മേലെ കേസ് വരും. കേസ് വരുമ്പോൾ പിന്നെ എന്താകും? ഒരു കേസ് വിസ്താരം തെളിയിക്കണമല്ലോ ചെയ്തു എന്ന തെളിവോടെ വിസ്തരിച്ച് ജഡ്ജി അവസാനം എന്ത് ചെയ്യും? വിധി പറയും. പിന്നെ വിധി നടപ്പാക്കലുണ്ടാവും, വിധി അനുഭവിക്കും. അങ്ങനെയാണ് അയാൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അത് ജീവപര്യന്താണെങ്കിലും തൂക്കിലേറ്റുകയാണെങ്കിലും, അല്ലെ 12 അല്ലെങ്കിൽ 10 വർഷം ജയിലിലിടുകയാണെങ്കിലും എല്ലാം. അത് പോലീസുകാരനോ, എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ, വക്കീലോ ജഡ്ജോ, ഇവരാരും കാരണക്കാരല്ല. കേസ് കൊടുത്താളോ ആരാ കാരണം? അല്ലേ, ആ വിധി നമ്മൾ അനുഭവിക്കാനുള്ള കാരണം എന്താണ്? 10 വർഷം ജയിലിൽ കിടക്കാനാണ് വിധിക്കപ്പെട്ടതെങ്കിൽ ആ വിധി ആരാ എനിക്ക് തന്നെ? എൻ്റെ കർമ്മമാണ്, ഞാൻ നിയമലംഘനം നടത്തിയതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ചിലർ പറയില്ലേ, എന്താ എൻ്റെ ഒരു തലവിധി, 4 ഇങ്ങനെ ഒരു പുത്രനെ കിട്ടിയില്ലേ, ഇങ്ങനെ ഒരു മോനെ എന്താ എനിക്ക് കിട്ടുക, ഇങ്ങനെ ഒരു മുടിയനായ പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ എനിക്ക് എന്താ, ഇങ്ങനെ ഒരു ഭാര്യയെ എന്തിനാ, ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടിയേ, ഈ വീട്ടിൽ ഞാൻ എന്തുകൊണ്ടാണ് വന്ന് ജനിച്ചേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി, ദൈവം തമ്പുരാൻ എൻ്റെ തലയിൽ മാത്രം എന്തിനിങ്ങനെ എഴുതി വെച്ചു. അപ്പം നമ്മളെന്താ വിചാരിക്കുക? ദൈവം തമ്പുരാനാണ് തലവിധി എഴുതിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവം തമ്പുരാനാണ് നമ്മുടെ എല്ലാവരുടെയും തലവിധി എഴുതിയതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തലവിധി ഫസ്റ്റ് ക്ലാസ് ആയിരിക്കില്ലേ? കാരണം ഈശ്വരനല്ലേ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ, നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അച്ഛനമ്മമാർക്ക് നിങ്ങളുടെ മക്കളുടെ തലവിധി എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 2 മക്കളുടെയും തലവിധി എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? 5 മക്കളാണെങ്കിൽ 5 പേരുടെ തലവിധി എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? അല്ലേ, എൻ്റെ മോന് ആരോഗ്യം, അല്ലേ, നല്ല പഠിപ്പ്, നല്ല ജോലി. അതോ ഒരു മോൻ ഇത്തിരി പഠിപ്പ് കുറയട്ടെ, ഒരു മോൻ അംഗവൈകല്യം ബാധിക്കട്ടെ, ഒരു മോൻ മണ്ടനായിക്കോട്ടെ, ഒരു മോന് നല്ല ജോലി കിട്ടട്ടെ, ഒരു കുട്ടിക്ക് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, ഒരു മോൻ ദാരിദ്ര്യത്തിൽ പോട്ടെ, ഒരു മോൻ സമ്പന്നനായിക്കോട്ടെ, ഇങ്ങനെ എഴുതുമോ? ഇല്ലല്ലോ. മനുഷ്യരായ മാതാപിതാക്കളായ നമ്മളെ ചെയ്യില്ല, വിധിക്കില്ല. അങ്ങനെയെങ്കിൽ ദൈവം തമ്പുരാൻ ആരാ? ആ അമാനുഷിക ശക്തി, സർവശക്തിവാൻ പരമാത്മാ, നമ്മുടെ എല്ലാവരുടെയും മാതാപിതാ ദൈവം തമ്പുരാൻ ഒരിക്കലും നമുക്ക് മക്കൾക്ക് കുറച്ച് പേര് കഷ്ടപ്പെട്ടോട്ടെ, കുറച്ച് പേര് ദാരിദ്ര്യത്തിൽ, കുറച്ച് പേര് കൊട്ടാരത്തിനുള്ളിലിരിക്കട്ടെ, കുറച്ച് പേര് അല്ലേ തെരുവിൽ കഷ്ടപ്പെടട്ടെ, ഇങ്ങനെ വിധി ഒരിക്കലും ഭഗവാൻ കൽപ്പിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അല്ലേ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ
പിന്നെ എന്തുകൊണ്ട് എന്നാൽ ചോദിക്കും, ജീവിതത്തിൽ ഈ 2 എക്സ്ട്രീമിറ്റികൾ നമ്മൾ കാണുന്നില്ലേ? ചിലർ പറയില്ലേ, കണ്ടില്ലേ, ഉള്ളവർക്ക് ദൈവം കൊടുത്തോണ്ടേയിരിക്കണം, ഇല്ലാത്തവരിതാ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവം നോക്കൂ, ദൈവമാണ് അല്ല. ഇത് രണ്ടും, ഈ കറുപ്പും ഈ വെളുപ്പും, ഈ നിറവും ഈ ഇല്ലായ്മയും അല്ലേ, എല്ലാം ഈ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവന്നതാണ്. അതിനനുസരിച്ച് അല്ലെ, സഞ്ചിയിൽ എന്തുണ്ടോ അത് പ്രകടമാകണമല്ലോ. അത് പ്രകടമാക്കാൻ അതിനനുയോജ്യമായ ഒരു ഗർഭം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പക്ഷേ എന്നാൽ ചോദിക്കും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ആധാരം ഈ സഞ്ചിയിലാക്കി കൊണ്ടുവന്നത് മാത്രമാണോ? പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? അല്ല. എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പൊതുവേ പറയുന്നത് 5 തരത്തിലുള്ള സംസ്കാരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞുവല്ലോ, നമ്മൾ ഈ സഞ്ചിയിലാക്കി കൊണ്ടുവന്നത്. രണ്ടാമത്തത് അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് സഞ്ചിത സംസ്കാരം. അതുകൊണ്ടാണ് പേര് തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, സഞ്ചിതം. ഈ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവരുന്നതാണ്, ആത്മാവിൻ്റെ സഞ്ചിയിൽ. അടുത്തത് ഏതാണ്? ആർജിത സംസ്കാരം. ആത്മാവിന് ശരീരം കിട്ടി, നമ്മൾ എവിടെയാണോ ജീവിച്ച് വളരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കണം. നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കണ്ടും കേട്ടും പലതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളിലുണ്ടാക്കുന്ന സ്വാധീനം കൊണ്ട്. നമ്മൾ പറയില്ല, ആ കൂട്ടുകെട്ടിൽ പോയിട്ടാണ് അവൻ എങ്ങനെയായത്, ആ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെയായത് അല്ലേ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ജനിതക സംസ്കാരമാണ്, അച്ഛനെ അമ്മയാണ്. നമ്മൾ പറയില്ല, എൻ്റെ മോനല്ലേ, അവരുടെ മകളല്ലേ, അങ്ങനെയല്ലേ പറയാം. ആ അച്ഛനെ പോലെ തന്നെയല്ലേ ഉണ്ടാവും, അവരുടെ കുടുംബമേ എങ്ങനെയാണ് പറയാറില്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ജനിതക സംസ്കാരം, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും തീർച്ചയായിട്ടും ജീനുകളിലൂടെ നമുക്ക് സംസ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കൈമാറും. പക്ഷേ കൈമാറുന്നതും ഒരു ഘടകം മാത്രമാണ്. ഒരിക്കലും നമ്മൾ അച്ഛനും അമ്മയും വിചാരിക്കരുത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അതേ സ്വഭാവം വരും എൻ്റെ മക്കൾക്കെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ അച്ഛനും അമ്മയും നമ്മൾ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും തയ്യാറാക്കുന്നത് ഉടുപ്പ് മാത്രമാണ്. ഏത്? ശരീരം മാത്രമാണ്. ശരീരത്തിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ പോലും അച്ഛനും അമ്മയല്ല, അച്ഛൻ്റെ അമ്മയുടെ ഒരു ബീജമാണ് ഗർഭത്തിൽ വീണ് സംയോജനം നടക്കണേ. എന്നിട്ട് ആ ബീജം പതുക്കെ പതുക്കെ കോശങ്ങളുടെ വിഭജനത്താൽ വളരുകയാണ്. എങ്ങനെയാണ് വളരണേ? ആദ്യത്തെ 3 മാസം വളരുന്നത് അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലോ, ആത്മാവ് ഡ്രൈവറാ വണ്ടിക്കുള്ളിൽ കയറി വന്നാൽ ആ സഞ്ചിയിലാക്കി നമ്മൾ കൊണ്ടുവന്നതും ഈ ശരീരത്തിൻ്റെ കൺസ്ട്രക്ഷനെ സ്വാധീനിക്കും. അപ്പോൾ സഞ്ചിത സംസ്കാരം, പിന്നെ ജനിതക സംസ്കാരം, അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയത്, പ്ലസ് പ്രകൃതി. നമ്മൾ കഴിക്കുന്ന, അമ്മ കഴിക്കുന്ന ആഹാരം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടണതല്ലേ. പ്രകൃതിയുടെ 5 തത്വങ്ങൾ അല്ലേ. കൃഷി ചെയ്ത് കടകളിലും എത്ര കൈകളിലൂടെ എന്തെല്ലാം ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ധനം, വ്യക്തികൾ, അനേകം നമ്മൾ ആ ആഹാരം പാകം ചെയ്യുന്ന വീട്, വ്യക്തി, കഴിക്കുന്ന അമ്മ, അമ്മയുടെ മനോഭാവം, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലെ അന്നം കൊടുക്കുന്നവർ, എല്ലാം ചേരുന്ന അനേക സംഭവങ്ങൾ ഈ ഗർഭത്തിനുള്ളിൽ കൺസ്ട്രക്ഷനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സൂക്ഷ്മ വിഷയങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഈ കുട്ടിയുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഗർഭസ്ഥ ശിശുവിനെ അച്ഛനും അമ്മയും മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും. അമ്മ കഴിക്കുന്നതും കുടിക്കുന്നതും ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതും, അമ്മയുടെ ഓരോ ഫീലിങ്സും ആ കുട്ടിയുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തും ഗർഭത്തിലിരിക്കുമ്പോൾ. അതുകൊണ്ട് പറയാറില്ലേ, ഗർഭിണികളെ എപ്പോഴും സന്തോഷമാക്കി വെക്കണം. അതുകൊണ്ടാണ് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് വിടുവ് പറയണം. സ്വന്തം വീട്ടിൽ വിടുവ് അർത്ഥം എന്താ? സുഖമായി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അത് പതിയുടെ വീട്ടിൽ കിട്ടിയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം അവിടെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സ്വന്തം വീട്ടിൽ പോയാലും അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ പിന്നെ പോകുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിനെ
സ്വാധീനിക്കും. അടുത്തത് ഏതാണ്? ഇച്ഛാശക്തി സംസ്കാരം. നമ്മൾ ജീവിതത്തിലെ വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, അനുഭവം ഉണ്ടാവും. നമ്മുടെ ചില സമയത്ത് നമ്മുടെ വിൽ പവർ ഇങ്ങനെ പ്രവർത്തിക്കും. ആ വിൽ പവർ കൊണ്ട് പരിവർത്തനപ്പെടുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം ജി, ഇബ്രാഹിം ലിങ്കൺ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതത്തിൽ അവരുടെ ട്രാൻസ്ഫോർമേഷൻ, ജീവിതത്തിൻ്റെ യാത്രയിൽ എത്ര പെട്ടെന്ന് അവരവരുടെ സാധാരണ ജീവിത സാഹചര്യത്തിൽ വളർന്നവരാ. പക്ഷേ അവർ ജീവിതത്തിൽ ഉണ്ടായ അവരുടെ ഉയർച്ച, അവരുടെ വിൽ പവർ അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കുപ്പത്തൊട്ടിയിലെ മാണിക്കെന്ന് പറയും. സാധാരണ കുപ്പത്തൊട്ടിയിൽ ജനിച്ചതുപോലെ ജീവിച്ച് ഒരു മോശമായ സാഹചര്യത്തിൽ ജനിച്ചിട്ടും ചില കുട്ടികൾ കണ്ടിട്ടില്ലേ വളരെ മിടുക്കന്മാരായിട്ട് മാറണം. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ആത്മാവ് കൊണ്ടുവന്ന സഞ്ചിത സംസ്കാരം. മറ്റൊന്ന്, ചില മൊമെൻറ്റുകളാണ് ചിലരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം. ചില തീരുമാനങ്ങൾ, ആരെങ്കിലും ഒന്നുകിൽ നല്ല ആരുടെയെങ്കിലും ജീവിതം കണ്ടിട്ട്, ഇപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി പ്രവർത്തിച്ചത് ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് അല്ലേ? അപ്പം അതേപോലെ ഇച്ഛാശക്തി നമ്മുടെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിൻ്റായിട്ട് മാറും. നമ്മുടെ വിൽ പവർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ഇച്ഛാശക്തി സംസ്കാരവും ജീവിതത്തിൻ്റെ യാത്രയിൽ, അയനത്തിൽ നമ്മളെ സ്വാധീനിക്കും. അടുത്ത 5ാമത്തെ സംസ്കാരമാണ് നിജസംസ്കാരം. നിജസംസ്കാരം എന്താ? നമ്മുടെ എല്ലാം ആരാ? ഞാൻ ആത്മാവ്. എൻ്റെ നിജസംസ്കാരം എന്താണ്? നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, 7 ഗുണങ്ങളാണ്. അത് നമ്മൾ കണ്ടുവല്ലോ ഈ യാത്രയിൽ. അപ്പോൾ ആത്മാരാമനായ നമ്മുടെ അയനം, ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ആത്മാരാമൻ്റെ അയനത്തിൽ, യാത്രയിൽ നമ്മളെ സ്വാധീനിക്കുന്നത് ഈ 5 സംസ്കാരങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇനി എല്ലാത്തിനും അച്ഛനും അമ്മയും അല്ല തറവാടിനെയും കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ 5 തരം, എല്ലാം സാഹചര്യത്തെയും പറയാൻ പറ്റില്ല. ഈ 5 തരത്തിലുള്ളത് ചിലരിൽ ചിലത് ഡൊമിനൻ്റ് ആയിരിക്കും. ഇപ്പോൾ ട്വിൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കിക്കോളൂ, ചിലർ ഇരട്ട കുട്ടികളെ നിങ്ങൾ വളർത്തിയിട്ടുണ്ടാവും. അവർക്ക് ഒരേപോലെ ഉടുപ്പിട്ട് കൊടുക്കും, ഒരേപോലെ ബാഗ് വാങ്ങിക്കൊടുക്കും, എല്ലാം ഒരേ സ്കൂളിൽ ചേർക്കും, എല്ലാം ഒരേപോലെയുള്ള ഭക്ഷണം കൊടുക്കും, ഒരേ അച്ഛനും അമ്മയാണ് വളർത്തുന്നത്, എഡ്യൂക്കേഷനും ഒരേ ലെവലിൽ കൊടുക്കും. പക്ഷേ ട്വിൻസിൽ പോലും നമുക്ക് കണ്ടിട്ടില്ലേ, അവരുടെ സ്വഭാവങ്ങളിൽ പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? എന്താ വ്യത്യാസം? നമ്മളെന്ത് പറയും? എൻ്റെ മക്കളല്ലേ, എൻ്റെ ഇരട്ടക്കുട്ടിയില്ല, ഞാൻ ഒരേപോലെ വളർത്തിയവർ, എന്നിട്ടെന്താ ഇങ്ങനെ അല്ലേ? ചിലപ്പോൾ അച്ഛന് ദേഷ്യം വരും, അമ്മയ്ക്ക് ദേഷ്യം, എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ എന്താ കാണിച്ച്. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? എൻ്റെ മോൻ ആരാ? ഉടുപ്പ് മാത്രമാണ്, ഉടുപ്പ് മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഉടുപ്പും പൂർണ്ണമായിട്ടും നമ്മൾ കൊടുത്തതല്ല. നമ്മൾ വിചാരിക്കണത് എന്താ? അച്ഛനും അമ്മയും അല്ല, നമ്മളുണ്ടാക്കിയ ഒരു ചെടിയിൽ വളർന്ന കായാണ് നമ്മുടെ കുട്ടിയെന്ന് വിചാരിക്കും. നമ്മുടെ കായല്ല കുട്ടി, നമ്മൾ വളർത്തിയ ചെടിയിലെ പൂവാണെന്ന് മാത്രം വിചാരിക്കരുത്. നമുക്കുള്ള റോൾ എന്താണ് അല്ലേ? എന്നാൽ തീർച്ചയായിട്ടും നമ്മളാ വളർത്തണം. ചെടി നമ്മളല്ലേ വളർത്തണേ ചോദിച്ചാണ്. പക്ഷേ ആ കുട്ടി ആരാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. എൻ്റെ മകൻ ആരാ, മകളാരാ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഏത് ബന്ധവും നോക്കിയോ എല്ലാ ശരീരത്തിനുള്ളിലും ആരുണ്ട്? ഒരാത്മാവുണ്ടെന്നും ആ ആത്മാവിനെ ഈ 5 കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മളാരും മറക്കരുത്. നമ്മുടെ ഗർഭത്തിലേക്ക് വരുമ്പോൾ ആ ആത്മാവ് ഒരു പ്ലെയിൻ CD ആയിട്ടല്ല വന്നിരിക്കണം. പ്ലെയിൻ CD-യിൽ നമുക്ക് പാട്ട് കയറ്റാം, പക്ഷെ ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ളൊരു CD ആണ് വന്നിരിക്കുന്നത്. അതിലെന്താണോ പാട്ടുള്ളത് ആ പാട്ട് അതിലുണ്ട്. ആ പാട്ട് കൂടാതെ നമ്മൾ കയറ്റുന്നതാണ് അല്ലേ നമ്മൾ അച്ഛനമ്മയുടെ സംസ്കാരവും ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതും ബാക്കി 4 അല്ലേ? അപ്പോൾ ഈ 5 സംസ്കാരങ്ങളുടെ സ്വാധീനം നമ്മുടെ എല്ലാവരുടെയും വ്യക്തിത്വത്തിലുണ്ടാവും. അതിനനുസരിച്ചാണ് വ്യക്തി പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കുന്നത് ആത്മാവിൽ എന്താണോ ഉള്ളത്. ഈ 5 സംസ്കാരങ്ങളിൽ ഏത് ഡോമിനൻ്റായിട്ട് നിൽക്കണോ, ഏത് ഡോമിനൻ്റ് ആകണം? ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നിജ സംസ്കാരം ഡോമിനൻ്റ് ആവും. പക്ഷെ ഞാൻ ശരീരമാണെന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ അല്ലേ ഏത് സംസ്കാരത്തിന് നമ്മൾ അടിമയാണോ, ദേഹബോധത്തിൻ്റേതായ സംസ്കാരങ്ങൾ
അല്ലേ നമ്മളെ കൂടുതൽ കൂടുതൽ സ്വാധീനിക്കും. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ചിലർക്ക് ചിന്ത വരും, നമ്മൾ മനുഷ്യർ മരിച്ച അപ്പം നമ്മുടെ കർമ്മഫലം അനുഭവിക്കാൻ ചിലർ പറയില്ലേ, നമ്മൾ കേട്ടിട്ടുമുണ്ട് പലപ്പോഴും, പൂച്ചയായിട്ട് ജനിക്കും, പുഴുവായിട്ട് ജനിക്കും, അട്ട ആയിട്ട് ജനിക്കും അല്ലേ. യഥാർത്ഥത്തിൽ പരമാത്മാ പറയുന്നത്, മക്കളെ നിങ്ങൾ ആത്മാവ്, നമുക്കറിഞ്ഞൂടെ, സാധാരണ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മാവിൻ്റെ വിത്തിട്ടാൽ മാവ് മരമല്ലേ വരുള്ളൂ, തെങ്ങ് വരില്ലല്ലോ അതിൽ നിന്ന് അല്ലേ. മാങ്ങ പൊളിച്ച് നോക്കിയാൽ അതിൽ മാങ്ങയുടെ കുരു ഉണ്ടാവുള്ളൂ, അതിൽ ചക്കക്കുരു ഉണ്ടാവില്ല അല്ലേ, അത് ചക്കയിലേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ ചക്കക്കുരു കൊണ്ടിട്ടാൽ വീണ്ടും പ്ലാവേ ഉണ്ടാവുള്ളൂ. വെറൈറ്റി പ്ലാവ് ഉണ്ടാക്കാം, വെറൈറ്റി മാങ്ങ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സിസ്റ്റംസ്, ബോൺസായി സിസ്റ്റംസൊക്കെ വന്നപ്പോഴും മാവിൽ വെറൈറ്റി ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ, ചക്കയുടെ വെറൈറ്റി ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ആത്മാവ്, നമ്മൾ ഈ ശരീരത്തിലുള്ള മനുഷ്യാത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയ അടുത്ത മനുഷ്യ യോനിയിൽ മനുഷ്യാത്മാവായിട്ട് തന്നെ മനുഷ്യ ശരീരത്തിലേക്കേ പോവുള്ളൂ. പക്ഷേ ചിലർ പറയും, നമ്മുടെ കർമ്മം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നായയും പൂച്ചയാവണേ. അപ്പം കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ നായയും പൂച്ചയായിട്ടൊന്നും ജനിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യൻ്റെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലരുടെ ജീവിതം മൃഗത്തെക്കാളും കഷ്ടമല്ലേ. എത്ര ജീവിതമുണ്ട് അങ്ങനെ. ഇനി നായയും പൂച്ചയും തന്നെ എത്രയോ വീട്ടിൽ മനുഷ്യനേക്കാൾ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, പെറ്റ് മനുഷ്യരെക്കാളും വീട്ടിലുള്ളവർക്ക് സ്നേഹം നായയോടായിരിക്കും. നായയെ ബെഡിൽ കിടക്കും, അതിനെ ബെഡിൽ കിടത്തും, നായയും പൂച്ചയൊക്കെ, അതിന് ബ്രെഡും പാലും ഒക്കെ കൊടുക്കും. പക്ഷെ മനുഷ്യൻ എത്രയോ പേര് ഈ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ, സോമാലിയ പോലെയുള്ള സ്ഥലങ്ങളെ നമ്മൾ കേട്ടിട്ടില്ലേ, എത്യോപ്യ, സോമാലിയ, ഇപ്പോഴും കഴിക്കാൻ ഒരു നേരത്തേക്ക് ഭക്ഷണം ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കണം. അവിടെയുള്ളത് ആത്മാവാ. എന്തുകൊണ്ട് അവിടെ പോയി ജന്മം എടുത്തു? എന്തുകൊണ്ട് നമുക്ക് ഈ ഭാരതത്തിൽ ജന്മം കിട്ടി? എല്ലാത്തിനും ചില കാരണമുണ്ട്, ഈ സഞ്ചിയിലാക്കിയതാണ്. അതുകൊണ്ട് ഇതും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ നായയും പൂച്ചയും പട്ടിയും പക്ഷിയൊന്നും ആവില്ല. ഓരോ സ്പീഷീസിന് അതതിൻ്റെ ജന്മമാണ്. മനുഷ്യാത്മാവിന് മനുഷ്യജന്മം. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ എന്ത് സഞ്ചിയിലാക്കിക്കൊണ്ടിരിക്കുന്നു, സഞ്ചിയിൽ എന്ത് നിറച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചിയിൽ നിറയ്ക്കുന്നത് അനുസരിച്ച് നമുക്ക് പുനർജന്മത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അതാണ് രാമായണം, രാമൻ്റെ അയനം. ഇതിഹാസങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഇതിഹാസ കഥകളൊക്കെ നമ്മളോട് എന്താ പറയണത്? രാമായണം നോക്കൂ, മഹാഭാരതം നോക്കൂ. ഏത് ഋഷിവര്യന്മാരാണോ ഇതൊക്കെ എഴുതി തയ്യാറാക്കിയത്, അവർ നമുക്ക് ഏതൊരു ജ്ഞാനം പകർന്നു തരാനാണോ അതിൽ കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടാക്കിയത്, അതിലെല്ലാം പുനർജന്മങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം നോക്കിക്കോളൂ, രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് ഒരേപോലെ കാണാം ജയവിജയന്മാരുടെ കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരായിരുന്നു ജയവിജയന്മാർ. ഒരിക്കലും അവർക്ക് മഹർഷിയിൽ നിന്ന് ശാപം കിട്ടി, ഉള്ളിലേക്ക് കടത്തി വിടാഞ്ഞിട്ട്. എന്ത് ശപിച്ചു? 3 ജന്മം പോയിട്ട് രാക്ഷസീയ ജീവിതം ജീവിക്കട്ടെ. അവസാനം എന്തായി? വിഷ്ണുവിൻ്റെ ദ്വാരപാലകരല്ലേ, അവസാന ശാപമോക്ഷം കൊടുത്തു. വിഷ്ണു തന്നെ വന്നിട്ട് ഓരോ ജന്മങ്ങളിലും നിങ്ങളെ മോചിപ്പിക്കും, ശാപമോക്ഷം തരും. അങ്ങനെ അല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ജയവിജയന്മാരുടെ 3 ജന്മങ്ങളെക്കുറിച്ച്. ആദ്യം എന്തായി? ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുമായിട്ട് ജന്മമെടുക്കും. ആ സമയത്ത് എന്തായി? വിഷ്ണു അവതരിച്ച് അവരെ ശാപമോക്ഷം കൊടുക്കും. വരാഹമായിട്ട്, നരസിംഹമായിട്ട് വിഷ്ണു അവതരിച്ച് രക്ഷിക്കുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ജയവിജയന്മാർ എന്താകും? രാവണനും കുംഭകർണനുമാകും. ആത്മാവ് അത് തന്നെ, രാവണനും കുംഭകർണനുമാകും അല്ലേ. അപ്പോഴെന്തായി? വീണ്ടും രാമൻ വരും, രാമൻ അവതരിച്ച് 2 പേർക്കും ശാപമോക്ഷം കൊടുക്കും. അടുത്തതെന്താ? 3ാമത്തെ ജന്മത്തിൽ എന്താ പറയണത്? കംസനും ശിശുപാലനുമായിട്ട് ജനിക്കും. എന്നിട്ട് കൃഷ്ണൻ വന്ന് 2 പേർക്കും ശാപമോക്ഷം കൊടുക്കും. അപ്പോൾ ഈ ഇതിഹാസ കഥകളെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? ഒരു ശാപം, ഒരു വരം എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഇതിഹാസം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ കറക്റ്റായിട്ട് പോവുള്ളൂ. ഓരോ ട്വിസ്റ്റുകൾ അവിടെ നിന്നാണ് അല്ലേ. അപ്പോൾ ആ ജന്മം, ആ ശാപം കാരണം
പുനർജന്മം ഉണ്ടായി. അപ്പം നമ്മളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്ലസ്സും മൈനസും, ശാപം എന്ന് പറഞ്ഞാൽ മൈനസുകൾ, അല്ലെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ്സുകൾ. അപ്പോൾ ഈ സഞ്ചിയിലാക്കിയിരിക്കുന്ന പ്ലസ്സും മൈനസും അനുസരിച്ചാണ് നമ്മുടെ ജന്മം യാത്ര മുന്നോട്ട് പോണേ. അപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, ഇരുട്ട് നീങ്ങി നമുക്ക് വെളിച്ചം വരണം. കാരണം ആത്മാവാകുന്ന രാമന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ യാത്ര മുന്നോട്ട് നമുക്ക് പോകണം. ഓരോ ദിവസവും കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെയായി, ശപിച്ചു, അതുകൊണ്ട് ദാ പുനർജനിച്ചു, ദാ ശാപമോക്ഷം കൊടുത്തു. കഥ കേട്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമാണ്. പക്ഷേ ഈ കഥ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ത് തിരിച്ചറിയണം? നമുക്ക് ശരീരം വിട്ട്, അല്ല ശരീരത്തിലിരിക്കുമ്പോഴാകട്ടെ ശരീരം വിടുമ്പോഴാകട്ടെ, നമുക്ക് എന്തുകൊണ്ട് ആ ചോദ്യം ഉണ്ടല്ലോ, എനിക്കെന്താ ഇങ്ങനെ ഒരു ഭാര്യ, എന്താ കാരണം? എനിക്കെന്താ ഇങ്ങനെ ഒരു ഭർത്താവ്? ഇപ്പം മനസ്സിലായില്ലേ എന്താ കാര്യം? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, വലിയൊരു യൂണിവേഴ്സൽ ബാങ്കിലെ ഇടപാടുകാരാണ് നമ്മൾ. ഈ ഇടപാട് നമ്മൾ എന്തൊക്കെയാണോ നടത്തിയിരിക്കണം, എന്തൊക്കെ ഇടപാട് ഓരോ ശരീരത്തിലും ഇരുന്ന് 50 വർഷം അല്ലെങ്കിൽ 60 വർഷം 70 വർഷം ഈ ശരീരത്തിലിരുന്നിട്ട് ഈ 70 വർഷം ഞാൻ ആത്മാവായ ഞാൻ ഈ ശരീരം കൊണ്ട് എങ്ങനെയെല്ലാമുള്ള കർമ്മങ്ങൾ ചെയ്തോ, ഈ സഞ്ചിയിൽ എന്തൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയോ, ആ ഡെപ്പോസിറ്റുകൾക്കനുസരിച്ചാണ് എൻ്റെ യാത്ര മുന്നോട്ട്. ഈ രാമൻ മുന്നോട്ട് എങ്ങോട്ട് യാത്ര ചെയ്യണം? രാമൻ്റെ അയന എങ്ങോട്ടായിരിക്കണം? ആരെൻ്റെ അച്ഛനാകണം അമ്മയാകണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബാങ്ക് ഡെപ്പോസിറ്റാണ്. ഇപ്പം നമ്മുടെ കൂടെ നമ്മളെല്ലാവരും ഏത് വീട്ടിലാണോ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഒരു കാര്യത്തിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തണ്ട. അല്ല, ചിലർ പറയില്ലേ, ഈ ഭാര്യ, ഈ സ്ത്രീ എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയതോടുകൂടി എനിക്ക് കഷ്ടമായി. ചിലരെന്ത് പറയും, ഈ പുരുഷൻ കാരണം, ഇയാളെ ഭർത്താവായിട്ട് കിട്ടിയിട്ടാണ് എനിക്കിങ്ങനെ. എന്താ കാരണം? ഈ ഭർത്താവോ ഈ ഭാര്യയോ ഒന്നുമല്ല കുറ്റക്കാരൻ. ഇവരെല്ലാവരും ആരാണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ള എൻ്റെ ഭാര്യ, എൻ്റെ പുത്രനെ, എൻ്റെ പുത്രിയൊക്കെ പോസ്റ്റ്മാൻമാർ മാത്രമാണ്. ഏത് പോസ്റ്റും കൊണ്ടുവന്നിരിക്കുകയാണ്? എനിക്കുള്ള വിധിയുടെ പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കുള്ള ജപ്തി നോട്ടീസും കൊണ്ട് വന്നവർ മാത്രമാണ്. നമ്മൾക്ക് ദുഃഖം ഇപ്പോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ വിഷമം, ചിലർക്ക് തല്ല് കിട്ടണു, ചിലർക്ക് വഴക്ക്, ബഹളം, ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നം, മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ശരീരം കൊണ്ട് രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ബന്ധുക്കളെ കൊണ്ട്, ചിലർ അയൽക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടണു, ചിലർക്ക് നമുക്ക് ഓഫീസിൽ മേലെ ഇരിക്കുന്ന ബോസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇയാൾ കാരണം, ഇവർ കാരണം, നോക്കൂ ഇവരെല്ലാം എൻ്റെ ജീവിതത്തിനെ ഇങ്ങനെ ആക്കിയത്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ആരാണ്? നമുക്കുള്ള വിധി നോട്ടീസ് കൊണ്ടുവന്നവർ മാത്രമാണ്. ഈ വിധി നമുക്ക് വിധിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഈ തലയിലെ എഴുത്താണ്, വേറെ ആരും എഴുതിയതല്ല. തലയിൽ ആരായിരിക്കുന്ന? ആത്മാവ്. ആത്മാവായ ഞാൻ ഇപ്പോൾ എഴുതിയത് മാത്രമല്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പം നോക്കൂ, നമുക്കെല്ലാവർക്കും എത്ര വയസ്സായി? ഒന്ന് ഫ്ലാഷ് ബാക്ക്, ഒരു നിമിഷം ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ച് നോക്കൂ. 1 മിനിറ്റ് സമയം, 60 സെക്കൻഡ് ആലോചിച്ച് നോക്കൂ. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ശരീരത്തിലിരുന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം ഒന്ന് കണക്കെടുത്ത് നോക്കൂ. എത്ര പേരുടെ കൂടെ നമ്മൾ ഇടപഴകിയിട്ടുണ്ട്? കണ്ണ് തുറന്ന് നമ്മൾ നോക്കിയ നമ്മുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, കൂട്ടുകാർ, ജീവിതയാത്രയുടെ ഇതുവരെ ഒന്ന് നോക്കൂ. എല്ലാം പ്ലസ് മാത്രമാണോ നമ്മളെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ ശരീരത്തിലെ അവയവങ്ങളെല്ലാം പ്ലസ്സിന് വേണ്ടി സത്കർമ്മങ്ങൾക്കായി മാത്രമാണോ നമ്മൾ ഉപയോഗിച്ച്? സദോഗുണി പ്രേരിത കർമ്മവും അകർമ്മങ്ങളും സത്കർമ്മങ്ങളും മാത്രമാണോ ചെയ്ത? ജീവസന്ധാരണ കർമ്മങ്ങളൊക്കെ സത്കർമ്മങ്ങളായിരുന്നു, അകർമ്മമായിരുന്നു? അല്ല. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് വികർമ്മങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടായിപ്പോയിട്ടുണ്ട്, ഇപ്പോഴുണ്ട്, അത് ഈ സഞ്ചിയിലുണ്ട്. പിന്നെ പഴയതുണ്ട് കൊണ്ടുവന്നത്, അതും ഈ സഞ്ചിയിലുണ്ട്, അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? പഴയതുണ്ട്, അതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും. അത് ചിലപ്പോൾ വ്യക്തികളുടെ രൂപത്തിൽ വരും, ചിലത് സംഭവങ്ങളുടെ രൂപത്തിൽ വരും, ചിലപ്പോൾ ഒരു ഫോൺ മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കും നമ്മുടെ കണക്കെടുപ്പ് വരിക. ഒരു ഫോണ് വന്നു, അങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഒരു ദുഃഖം തരണ, കഷ്ടം തരണ, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെത് തരുന്നത്. രണ്ടും ഉണ്ടല്ലോ. കണക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവ് ഉണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഈ ആരോഗ്യമുള്ള ശരീരമുണ്ടോ?
ഈ നല്ല സഞ്ചിയിലെ നല്ല ഡെപ്പോസിറ്റാണ്. നല്ല വിദ്യാഭ്യാസം കിട്ടിയോ, നല്ലൊരു കുടുംബം കിട്ടിയോ, എന്തെല്ലാം നല്ലത് കിട്ടിയോ, എല്ലാം ഈ സഞ്ചിയിലുള്ള നല്ലതിൻ്റെ ഫല. ഇപ്പം നോക്കൂ, നമ്മളെല്ലാവരും എത്ര വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തെളിവെന്താ? ഈ സഞ്ചിയിലുള്ള ഒരു വലിയ നന്മ ഇപ്പം പ്രകടമാണ്. എന്താ? നമ്മളെല്ലാവരും ചേർന്ന് ഡെയിലി ഈ സത്സംഗം കേൾക്കണം നമുക്ക് തോന്നൽ വന്നില്ലേ? നമ്മളെല്ലാവരും ഈ സത്സംഗത്തിൽ വന്നില്ലേ? ഈ സത്സംഗം കേൾക്കാൻ നമുക്ക് തോന്നിയത്, ഡെയിലി നമ്മൾ മിസ് ചെയ്യാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതും ഈ സഞ്ചിയിലുള്ള ഒരു സംസ്കാരം കാരണമാണ്. ഇല്ലെങ്കിൽ തോന്നില്ല, ഈ സന്ധ്യാസമയം ആൾക്കാർ എന്തെല്ലാം ചെയ്യും അല്ലേ? കുറച്ച് പേര് ബാറിൽ പോകും. ഇപ്പോൾ ബാറിൽ ഇരുന്ന് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ വാങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടുകാരെല്ലാം ചേർന്നിരുന്ന് കുടിക്കുന്നുണ്ടാവും, സ്വന്തം വീട്ടിലെങ്കിൽ അല്ലേ? അവരതിൽ ബിസിയാണ്. ചിലർക്ക് അല്ല കമ്പ്യൂട്ടറിൽ ബിസിയാണ്, ചിലർ ഫോണിൽ ബിസിയാണ്, ന്യൂസ് കേൾക്കുന്നതിൽ ബിസിയാണ്. ആരെല്ലാം എന്തെല്ലാം, ചിലർ കൂടിയിരുന്ന് സന്ധ്യാസമയമല്ല വട്ടം കൂടിയിരുന്ന് അവിടുത്തെ ഇവിടുത്തെ അവരുടെ ഇവരുടെയും പല കാര്യങ്ങളും പറയുന്നതിൽ ബിസിയാണ്. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ ബിസിയാണ്. ചിലർ അമ്മമാരാണെങ്കിൽ പിന്നെ സീരിയലിൽ ബിസിയാണ് അല്ല, സീരിയൽ കാണാതിരിക്കാൻ പറ്റില്ല. ഒരെണ്ണം മിസ്സായ അടുത്തത് സങ്കടമല്ലേ? ഇപ്പം നോക്ക് എത്ര അമ്മമാരാണ് ഇരിക്കണത്. എന്തുകൊണ്ട്? ഈ സഞ്ചിയിലുള്ള സംസ്കാരമാണ് നമ്മളെ കൊണ്ടുവന്നത്. ആ സീരിയൽ വിടാനും അല്ലെ ആ സിനിമ വിടാനും അല്ലെങ്കിൽ ആ വട്ടം കൂടിയിരുന്ന് ചെയ്തിരുന്ന കുശലങ്ങൾ പറച്ചിലും അല്ലേ, ഇതെല്ലാം വിട്ടിട്ട് ഈ സമയത്ത് ഈ സന്ധ്യാസമയം 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കണമെങ്കിൽ ഇതിലൊരു സംസ്കാരം ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുമോ? പിടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കേൾക്കും, നിങ്ങൾ ഒത്തിരി ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞിരുത്തിയാൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ഫോഴ്സ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ടുവന്നിരുത്തിയിരിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ എഴുന്നേറ്റ് പോകും. അവരവരുടെ ബിസിനസ് ചെയ്യും. അവരുടെ കുറ്റമല്ല, അവരെയും കുറ്റം പറയണ്ട. കാരണം എന്താ? സഞ്ചിയിൽ എന്താണോ സംസ്കാരം അത് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രേരണ തരും അല്ലേ? അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും എന്താണ് ഹോംവർക്ക് അല്ലേ? ഈ സഞ്ചിയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ സഞ്ചിയിൽ നമുക്ക് നല്ലതിൻ്റെ നിറവ് കൂടുതലുണ്ട്. എന്നാലേ നമ്മൾ പറഞ്ഞില്ലേ, മുൻമുടിയിൽ നിറവുണ്ടാക്കണം. രണ്ടാമത്തത്, നമ്മൾ ഏത് ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിലും ഫുൾ ഡേ ആരോടൊപ്പമൊക്കെ ഇടപഴകുന്നു, എല്ലാവരോടും ഇടപഴകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടണം. ആരുടെയും മേലെ നമ്മൾ കുറ്റാരോപിക്കേണ്ട. വിരൽ അങ്ങോട്ട് ചൂണ്ടുന്നതിന് പകരം എന്ത് ചെയ്യുക? വിരലിങ്ങോട്ട്. നിങ്ങളൊന്ന് വിരൽ ചൂണ്ടി നോക്കൂ. ഗാന്ധിജി പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നോക്കൂ, ഓട്ടോമാറ്റിക്കലി 3 വിരലുകൾ നിങ്ങളുടെ മടങ്ങിയിട്ട് ആരുടെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്? എൻ്റെ നേർക്ക്. അപ്പോൾ ഒരു കുറ്റം ഞാൻ മറ്റുള്ളവരെ ചൂണ്ടുമ്പോൾ അതിൻ്റെ 3 times 3 ഇരട്ടി എവിടെയുണ്ട്? എൻ്റെ ഈ സഞ്ചിയിൽ കാരണങ്ങളുണ്ട്. 3 ഇരട്ടിയല്ല, ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? 5 ഇരട്ടി കാരണമുണ്ട്. 5 കാര്യങ്ങളുണ്ട് ഈ സഞ്ചിയിൽ. ഈ 5-ൽ ഏതെങ്കിലും ആയിരിക്കും കാരണം. നമ്മൾ ഈ സഞ്ചി നോക്കാതെ വെറുതെ അമ്മയെ നോക്കി, ഭാര്യയെ നോക്കി, മോളെ നോക്കി അല്ലേ, എല്ലാവരെയും അയൽക്കാരെയും നോക്കി എല്ലാവരെയും കുറ്റം പറഞ്ഞ്, ബോസിനെയും കുറ്റം പറഞ്ഞ്, കൂടെയുള്ളവരെയും കുറ്റം പറഞ്ഞ് ജീവിതം മുഴുവൻ എന്ത് ചെയ്യുക? അല്ല, നീ നിങ്ങൾ കാരണം എനിക്കിങ്ങനെ, നിങ്ങൾ കാരണം ഇങ്ങനെ. ഇന്ന് മുതൽ നമുക്കൊരു കർക്കിടക വ്രതം എടുക്കാം അല്ലേ? പുണ്യമാസമല്ലേ? പുരുഷോത്തമനാകണ്ടേ നമുക്കെല്ലാവർക്കും അല്ലേ? യാത്രയിലാണല്ലോ നമുക്കെല്ലാവർക്കും. എല്ലാ ആത്മാരാമന്മാർ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. എന്താ തീരുമാനം? എന്ത് തീരുമാനം എടുക്കുക എല്ലാവരും? ഏറ്റവും ആദ്യം വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. മറ്റുള്ളവരുടെ മേലെ ദോഷാരോപിക്കുന്നതിന് പകരം നമ്മളെവിടേക്ക് തിരിയുക അല്ലേ? നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി, എനിക്ക് ഈ സഞ്ചിയിൽ എത്രത്തോളം ഈ 5 സംസ്കാരങ്ങളിലും ഏതെല്ലാം എനിക്ക് ശ്രേഷ്ഠമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ രാമനായ എൻ്റെ അയനം സുഗമമാക്കാൻ എനിക്ക് ഈ 5 സംസ്കാരങ്ങളുടെയും പ്ലസ് പോയിൻറ്റുകൾ എന്തെല്ലാം ഉപയോഗിക്കാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തൊക്കെ നന്മയുണ്ട് അതിനെ എടുക്കുക. ഞാൻ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് എനിക്ക് പല പ്ലസ്സുകളും കാണാനുണ്ടാവും. എൻ്റെ കൂട്ടുകാരും ജീവിച്ച് കടന്നു പോകുന്ന സാഹചര്യം, അതിൽ നിന്ന് പ്ലസ്സുകൾ എടുക്കുക. പിന്നെ എൻ്റെ ഒറിജിനൽ സംസ്കാരവും സദോഗുണി സംസ്കാരമാണ്.
ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണ്? ആദ്യം ഞാൻ ആത്മാവാണ്, രാമനാണെന്ന് ഓർമ്മിക്കുക. എൻ്റെ നിജ സംസ്കാരത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. ആ സദോഗുണി സംസ്കാരം വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കി എന്തെങ്കിലും ഇരുട്ട് പൊടിപടലങ്ങൾ നമ്മളെ ഇപ്പോൾ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വാധീനത്താൽ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രാവ് മാഞ്ഞു പോയിക്കോളും. രാവ് മായണമല്ലോ അല്ലേ? രാവ് മായണ്ടേ? വെളിച്ചം വരണ്ടേ? ജ്യോതിർഗമയല്ലേ? വെളിച്ചം വരും. ഏത് വെളിച്ചം കൊണ്ടുവരിക? ഈ 7 ബൾബ് അങ്ങോട്ട് പ്രകാശിച്ചാൽ മതി. വേറെ ഒന്നും നീക്കാൻ പോണ്ട, ഒരാളുടെയും കുറ്റപ്പെടുത്താൻ പോണ്ട. ഇവിടുന്ന് ഇരുട്ടിനെ പിടിച്ചിറക്കാനും പറ്റില്ല. എന്തേ ചെയ്യാൻ പറ്റൂ? വെളിച്ചം കത്തിക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ഇരുട്ടുകൾ ഒന്നൊന്നായിട്ട് പോകും. അതിനാണ് ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ നമ്മൾ ഓർമ്മിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഹോംവർക്ക് തന്നിരുന്നല്ലോ. ഇന്നലെ ഒരു മാഷ് സംസാരിച്ചപ്പോൾ ഭായി നല്ല അനുഭവം പറഞ്ഞില്ലേ, ഞാൻ ദിവസം ഓരോ ഗുണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറിയത് ഇന്നലെ ഒരു മാഷ് സംസാരിച്ചില്ലേ. അതുകൊണ്ട് ഡെയിലി എന്ത് ചെയ്യുക? ഒരു ദിവസം ഒരു ഗുണം, അല്ലെങ്കിൽ ഒരാഴ്ച വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ശാന്തിയുടെ വാരം, സ്നേഹത്തിൻ്റെ വാരാഘോഷം, അങ്ങനെ വേണമെങ്കിലും വ്രതം എടുക്കാം. അത് എഴുതിയും അഭ്യസിക്കാം. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം. മറ്റുള്ളവരിലും നമുക്ക് അല്ലേ, ഓരോരുത്തരെയും. രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ള ഹോംവർക്ക് എന്താ? നമ്മുടെ മക്കളാണെങ്കിലും എല്ലാവരെയും ഒരു ആത്മാരാമനായിട്ട് കാണുക. എല്ലാവരും ആരാ? നമ്മൾ വിചാരിക്കുക 5 വയസ്സുള്ള കുട്ടി, നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി 5 വയസ്സുള്ള കുട്ടി, പേരക്കുട്ടി, ശരീരമാണ് 5 വയസ്സ്. അതിനുള്ളിലിരിക്കുന്ന ആത്മാവാര്? കുട്ടിയായിട്ട് നമ്മളവരെ ട്രീറ്റ് ചെയ്യാൻ മാത്രം നോക്കരുത്. ചെയ്യണം. കുട്ടി എന്ന നിലയിൽ, എൻ്റെ മകൻ മകളെന്ന നിലയിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതിനുള്ളിലിരിക്കുന്ന ആത്മാവാര് അല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ 50 വയസ്സിൽ പെട്ടെന്ന് ശരീരം വിട്ട് വന്ന ആളായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടില്ല, ഓവർ സ്മാർട്ടായിരിക്കും കുട്ടിയായിരിക്കുമ്പോൾ, 2 വയസ്സിൽ തന്നെ. എന്താ കാരണം? ഇപ്പം നിറയെ പേര് ചെറിയ പ്രായത്തിൽ മരിക്കുകയല്ലേ, 25 വയസ്സിൽ സ്മാർട്ടായിരിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങുകയല്ലേ. അപ്പോൾ ആ സ്മാർട്ട്നെസ്സോട് കൂടി അവർ വരണേ. ആ സ്മാർട്ട്നെസ് അടുത്ത വസ്ത്രം കിട്ടുമ്പോൾ ഉടനെ അവർ കാണിക്കാൻ തുടങ്ങും അല്ലേ. ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരൻ മരിച്ചാൽ എന്ത് സംഭവിക്കും? ആ വാസനയും കൊണ്ടല്ലേ വരണേ പാട്ടിൻ്റെ. ആ വാസന എന്താവും? കുട്ടിക്കാലം മുതൽ നല്ല, ഇപ്പോൾ ചെറിയ കുട്ടികൾ നിങ്ങൾ ഈ TV ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, കൊച്ചു കുട്ടികൾ നല്ല പാട്ടുകാർ, നല്ല ഡാൻസുകാർ, നല്ല പ്രഭാഷകർ. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട? കാരണം അത്രയും പേര് ശരീരം വിടുകയല്ലേ, ഓരോ സോൾസ് വിടുകയല്ലേ. അപ്പോൾ അവരുടെ വാസനകൾ കൊണ്ടാണ് ആത്മാവ് വന്ന് ജന്മെടുക്കണേ. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ ഒരു കുട്ടി, ഈ കൊച്ചുകുട്ടി എങ്ങനെ ചെയ്യണം? കാരണം നമ്മൾ ശരീരത്തെ മാത്രമല്ല നോക്കണേ. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി എല്ലാവരും ആരാ? ആത്മസ്വരൂപങ്ങളാണ്. വസ്ത്രം കിട്ടി പാകമായപ്പോൾ, സംസാരിക്കാൻ പ്രായമായപ്പോൾ അവർ നല്ല പ്രഭാഷണം ചെയ്യാൻ തുടങ്ങി അല്ലേ. ഓർഗൻസ് വളരുമ്പോൾ പുറത്തേക്ക് വരികയാണ് വാസനകൾ. അപ്പോൾ വാസനകൾ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഓരോരുത്തരെ ആരായിട്ട് കാണാൻ പറ്റണം. അതിനാണ് ആത്മീയതയുടെ ആവശ്യം. ഇപ്പം മനസ്സിലായോ? കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞില്ലേ, ജീവിതത്തിൽ അനേക നിഗൂഢതകൾ, ചോദ്യങ്ങൾ നമുക്ക് അവസാനിക്കണമെങ്കിൽ നമ്മൾ ഈ കണ്ണിൽ നമ്മളെയും കാണണം, ഇതേ കണ്ണിൽ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ കാണണം. എന്നാലേ നമ്മുടെ ചോദ്യങ്ങൾ മാറുള്ളൂ. അവരെന്താ അങ്ങനെ? എൻ്റെ ഹസ്ബൻഡ് എന്താ എന്നോട് ഇങ്ങനെ? ഹസ്ബൻഡിനോട് നമുക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ആൾ വന്നൊരു കടം തീർത്തിട്ട് പോവുക. വൈഫിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ കടങ്ങളും, മഹാത്മാക്കളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാത്മാക്കളുടെ മുന്നിൽ ഓരോ കഷ്ടതകളും വരുമ്പോൾ അവർ പുഞ്ചിരിക്കുമായിരുന്നു അത്രേ. എന്താ അവരുടെ പുഞ്ചിരി? അവർ സന്തോഷിക്കുമായിരുന്നു. എന്താ സന്തോഷം? എൻ്റെ ഒരു കടം തീർന്നല്ലോ. ഒരാൾ വന്നിട്ട് 4 ചീത്ത പറഞ്ഞിട്ട് പോയ ഒരു മഹാനായ മഹാത്മാവ് എന്താ ചെയ്യുക? സന്തോഷിക്കും. എൻ്റെ ഒരു കടം തീർന്നല്ലോ, ഏതോ ഒരു കണക്ക് തീർന്നു കിട്ടി. പക്ഷേ മഹാനായ ആത്മാക്കൾക്ക് മുന്നിൽ നല്ല കാര്യങ്ങൾ വരുമ്പോൾ, ആരെങ്കിലും അവരെ പ്രശംസിക്കുകയാണെങ്കിൽ, നല്ല അനുഭവങ്ങൾ വരുമ്പോൾ, സന്തോഷിക്കാനുള്ള അനുഭവം വരുമ്പോൾ അവർ ചിന്തിക്കുമായിരുന്നു അത്രേ. എന്താ ചിന്ത? അവരുടെ ചിന്ത എന്താ? നല്ലത് വരുന്നു അർത്ഥം. അപ്പോൾ അവർ വിചാരിക്കും, എനിക്ക് ഇത്രയും നല്ലത് വരുന്നു അർത്ഥം എന്താണ്? എൻ്റെ സഞ്ചിയിൽ നിന്ന് ഞാനെടുത്ത് കഴിക്കുക, എൻ്റെ സഞ്ചി തീരുകയാണ്, നല്ലതിൻ്റെ സ്റ്റോക്ക് കുറയുകയാണ്. കാരണം ഞാൻ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന നല്ലത് നിമിത്തമാണ് എനിക്കിപ്പോൾ ഈ നല്ലത്
കിട്ടണം. പേര് കിട്ടണതും പ്രശസ്തി കിട്ടണതും അല്ലെങ്കിൽ ഇവരെനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരണു. അപ്പോൾ അവർ ചിന്തിക്കും ഞാൻ കൊണ്ടുവന്ന സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുക നന്മയുടെ. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഇനി നിറയെ പ്ലസ് ഉണ്ടാക്കണം. കാരണം സഞ്ചിയിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അവരെയാണ് മഹാനാത്മാവെന്ന് പറയണത്. അവർ അവെയറാവും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുക. അല്ലാതെ ഇപ്പം എനിക്ക് സുഖമായിട്ടിരിക്കാൻ കിട്ടി, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല ബംഗ്ലാവുണ്ട്, ശരി, നല്ലത്, ഇതൊക്കെ എൻ്റെ പൂർവ്വജന്മത്തെ ശരിയാണ്. പക്ഷെ കഴിച്ച് തീർക്കുക മാത്രം ചെയ്താൽ പോരാ. എന്ത് ചെയ്യണം? കഴിച്ച് തീർക്കുക, വിഡ്രോ ചെയ്ത് തീർക്കരുത്. വിഡ്രോ ചെയ്ത് തീർക്കുന്നതിനോടൊപ്പം എന്തും വേണം? ഡെപ്പോസിറ്റും വേണം. ഓരോ ബാഡ് അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, അതൊരു ശരീരത്തിന് രോഗം വന്നാലും, നമുക്ക് വേറെ എന്തെങ്കിലും പ്രകൃതിയിൽ നിന്നൊരു പേപ്പർ വന്നാലും, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ ധനപരമായോ എന്ത് വരുമ്പോഴും താങ്ക്സ് പറയും. താങ്ക് ഗോഡ്, എൻ്റെ ഒരു കണക്ക് തീർന്നല്ലോ. വലിയൊരു കടം നമ്മളോട് പണ്ട് പറയില്ലേ, ഹോ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുപോയി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടങ്ങൾ തീരുകയാണ്. അയ്യോ എനിക്കിങ്ങനെ കഷ്ടം വന്നല്ലോ, അയ്യോ എന്നാലും എനിക്കെന്താ ഇങ്ങനെ? കടങ്ങൾ തീരുകയാണ്, കടം തീരുകയാണ്. ഒരാൾ വന്ന് 2 ചാട്ടം ചാടിയിട്ട് പോട്ടെ, ഉള്ളുകൊണ്ട് പറയാം. അവരുടെ മുഖത്ത് നോക്കി പറയരുത് കടം തീർന്നല്ലോ എന്ന്. അവർക്ക് ദേഷ്യം വരും. അവരെ ദേഷ്യപ്പെടുത്തരുത്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ പറയാം, നാളെ ചിന്തിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യാം. നാളത്തെ ദിവസം ഏതാണ്? വെള്ളിയാഴ്ചത്തെ സോമാനം എന്താണ്? നാളത്തേക്ക് നമുക്ക് അഭ്യസിക്കാനുള്ള വ്രതം ഏതാണ്? പറഞ്ഞ ആത്മാവ്, ആത്മാഭിമാനം. എന്താ നാളത്തേക്കുള്ള നമ്മുടെ ശുദ്ധാഭിമാനം? ഞാൻ ഒരു ശുദ്ധാത്മാവാണ്. പ്യോർ സോൾ. ഐ ആം എ പ്യോർ സോൾ. ശുദ്ധാത്മാവാൻ, ഒരു കറയില്ലാത്ത. കുഞ്ഞുമക്കൾ ധാരാളം പേരുണ്ടല്ലോ, എല്ലാവരും നോട്ടിൽ എഴുതിക്കോളൂ. വലിയവരും ചെറിയവരും. ഇപ്പം മനസ്സിലായല്ലോ, വലുതും ചെറുതും ഒക്കെ അല്ലേ? ശരീരത്തിൻ്റെ മാത്ര. നമ്മളെല്ലാവരും ആത്മസ്വരൂപങ്ങൾ. എല്ലാവർക്കും അഭ്യാസം വേണം. അഭ്യാസത്തിലൂടെ എല്ലാം നേടാൻ കഴിയും. എഴുതിക്കോളൂ. ഞാൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ആത്മാവിനെ നെറ്റിത്തടത്തിൽ കാണുക. ആത്മാവിൽ നിന്ന് പവിത്രതയുടെ കിരണങ്ങൾ ശരീരം മുഴുവൻ നിറഞ്ഞൊഴുകുന്നത് ഫീൽ ചെയ്തുകൊണ്ട് എഴുതൂ. ഞാൻ ശുദ്ധ പവിത്രാത്മാവാണ്. ഈ സുമാനം നാളെ നോക്കൂ. ഒരു 21 തവണ എഴുതാൻ എല്ലാവരും ശ്രമിക്കും. ഒരുമിച്ച് സമയം കിട്ടണില്ലെങ്കിൽ ഒരു 3 തവണയോ 5 തവണയോ ഇടയ്ക്കിടയ്ക്ക് എഴുതും. പക്ഷെ നല്ല അഭ്യാസം ചെയ്യും. 2ാമത്തെ ഹോംവർക്ക് ഓർമ്മയുണ്ടല്ലോ? ആരുടെ മേലെയും കുറ്റാരോപണം വേണ്ട. സഞ്ചി അവനവൻ്റെ നല്ലതാക്കാൻ ശ്രദ്ധിക്കുക, അല്ലേ? എല്ലാ ബുദ്ധിമുട്ടുകളും വരുമ്പോൾ എൻ്റെ കടം തീർന്നല്ലോ എന്ന് സമാധാനിക്കുക. എന്തൊക്കെ നല്ലത് വന്നു ചേരുന്നോ നല്ലത് കഴിച്ച് തീർക്കുക മാത്രം ചെയ്യാതെ ഇനിയും നിറയെ നന്മകൾ, സത്കർമ്മങ്ങൾ ചെയ്ത് എനിക്ക് സഞ്ചി നിറയ്ക്കണമെന്ന് ഇപ്പം മുതൽ എനിക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും നാളെ വൈകുന്നേരം വരുമ്പോൾ പറയണം.